രാധാറാണിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമല്ല. പല പല തെറ്റിദ്ധാരണകളുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാറാണി എന്ന് പറയുന്നത് പരമ പരമ പരമജ്ഞാനമാണ്. ആ പരമജ്ഞാനത്തെ നമുക്കൊരിക്കലും വളരെ എളുപ്പത്തിൽ ലഭിക്കത്തില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ വേണമെന്നറിയുമോ? എത്രയോ ജന്മങ്ങൾ കൊണ്ടുള്ള സൗഭാഗ്യം കൊണ്ടാണ് ആ ആധികാരികമായിട്ടുള്ള ശ്രീമതി രാധാറാണിയുടെ ഒരു പരമ്പരയിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുന്നത്, ഒരു അറിവ് ലഭിക്കുന്നത്. എല്ലാവർക്കും ആ പരമ സൗഭാഗ്യം ലഭിക്കത്തില്ല. ഈ ഒരു ജ്ഞാനം എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വന്നു? സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു. ഗുരുവായൂരപ്പൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും രാധാറാണിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാ വേദങ്ങളിലും, എല്ലാ ഉപനിഷത്തുകളിലും, എല്ലാ പുരാണങ്ങളിലും രാധാറാണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ മന്ത്രങ്ങളിലും രാധാറാണിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചുറ്റും കാണുന്ന പ്രകൃതിയുടെ എല്ലാ ചലനത്തിലും രാധാറാണിയെക്കുറിച്ചുള്ള ശബ്ദ തരംഗങ്ങളുണ്ട്. കാരണം രാധാറാണിയിൽ നിന്നാണ് എല്ലാം വരുന്നത്. എല്ലാ ശക്തികളും രാധാറാണിയിൽ നിന്നാണ്. കാരണം രാധാറാണി ആദി പരാശക്തിയാണ്. ആ രാധാദേവിയിൽ നിന്നാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ആ രാധാ തത്വത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമല്ല.